ഷിഈസത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ, അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തിലെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കേണ്ടതായി വരും. ഹിജ്റ 34 ചില അക്രമികളായ ആളുകൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ പല വാദങ്ങളുമായി രംഗത്ത് വന്നതിലേക്ക് ചേർത്തുകൊണ്ടാണ് ഷിഈസത്തിൻ്റെ ഫിത്ന ഇവിടെ ചരിത്രത്തിൻ്റെ ആരംഭം കുറിക്കുന്നത്. അന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ ഫിത്നക്കാരായ ആളുകളെ പിടികൂടുകയും അവരുടെ പ്രവർത്തനങ്ങൾ ആക്ഷേപിക്കുകയും അതിനുശേഷം അവരെ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആ ആളുകൾ അവർ അടങ്ങിയിരിക്കുകയല്ല ചെയ്തത്. മറിച്ച് ഇസ്ലാമിക ഭരണകൂടത്തിന് എതിരെ കൂടുതൽ സജീവമായിക്കൊണ്ട് അവരുടെ വാദങ്ങളുമായി രംഗത്ത് വരികയാണ് ചെയ്തത്. ഹിജ്റ 35 ഈ കുഴപ്പക്കാരായ ആളുകൾ അവർ മദീനയിലെത്തി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഉപരോധിക്കുകയും ആ ഉപരോധം പിന്നീട് ആ മഹാനായ സ്വഹാബിയെ കൊലപ്പെടുത്തുന്നത് വരെ 40 ദിവസത്തോളം തുടർന്നു കൊണ്ടുപോയി എന്നുള്ളതാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ഒരു ഫിത്ന അന്ന് മദീനയിൽ പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണമാണ് ആദ്യം നമുക്ക് പരിശോധിക്കാം.